പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയ വയോധികന് ചക്ക തലയിൽ വീണ് പരിക്കേറ്റു. ഓമലൂർ സ്വദേശി ഗംഗാധരനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആശുപത്രിയിലേക്ക് സമരം നടത്തി. ആശുപത്രി കോമ്പൗണ്ടിലെ അപകടകരമായ മരങ്ങൾ മുറിച്ചു മാറ്റാൻ സോഷ്യൽ ഫോറസ്ട്രിക്ക് അപേക്ഷ നൽകിയിട്ടുണ്ട് എന്ന് ആശുപത്രി സൂപ്രണ്ട് അറിയിച്ചു. കാഷ്വാലിറ്റിക്ക് സമീപത്തെ പ്ലാവിൽ നിന്നാണ് 78-കാരനായ ഗംഗാധരന്റെ തലയിൽ ചക്ക വീണത്. ബോധരഹിതനായ ഗംഗാധരനെ ഉടൻ കാഷ്വാലിറ്റിയിൽ പ്രവേശിപ്പിച്ചു. തലയിലും കൈകാലുകളിലും ഗംഗാധരന് പരിക്കേറ്റു. പരിക്ക് ഗുരുതരമല്ലെന്നും തുടർ ചികിത്സ ലഭ്യമാക്കുമെന്നും ആശുപത്രി സൂപ്രണ്ട് ഷാനി എം. പേഷ്യന്റ് നടന്നു പോയപ്പോൾ അത് വീണു. പേഷ്യന്റിന് ഒന്നും പറ്റിയില്ല. എന്നാലും ഞങ്ങളുടെ റിസ്ക് അപ്പം തന്നെ പേഷ്യന്റ് കാഷ്വാലിറ്റിയിലേക്ക് കയറ്റി ഞങ്ങളെല്ലാം നോക്കി, കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്നാലും ഞങ്ങൾ CT സ്കാൻ എടുത്തു, അതിലും കുഴപ്പമൊന്നുമില്ല. ആശുപത്രിയിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തി. തലയിൽ ഹെൽമറ്റ് വെച്ചും പ്ലാവിൽ ചക്കയുടെ രൂപം കെട്ടിത്തൂക്കിയുമായിരുന്നു പ്രതിഷേധം. ആശുപത്രി കോമ്പൗണ്ടിലെ അപകടകരമായ മരങ്ങൾ മുറിച്ചു നീക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി നഹാസ് പത്തനംതിട്ട ആവശ്യപ്പെട്ടു. ഈ ജനറൽ ആശുപത്രിയിൽ വന്ന ഒരു രോഗിയുടെ മുകളിൽ ചക്ക വീണു, ബ്ലീഡിംഗ് ഉണ്ട് തലയിൽ, എന്നിട്ട് അധികൃതർ പറയുന്നത് ബ്ലീഡിംഗ് ഇല്ല എന്നാണ്. അതേസമയം ആശുപത്രി കോമ്പൗണ്ടിലെ അപകടകരമായ മരങ്ങൾ മുറിച്ചു മാറ്റേണ്ട ചുമതല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാണെന്ന് സോഷ്യൽ ഫോറസ്ട്രി വിഭാഗം മറുപടി നൽകിയതായി ആശുപത്രി സൂപ്രണ്ടും വ്യക്തമാക്കി. റിപ്പോർട്ടർ, പത്തനംതിട്ട.